എല്ലാവർക്കും Sarath'S പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2021 നമ്മൾ ഒട്ടനവധി 5G സ്മാർട്ട് ഫോണുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ബഡ്ജറ്റ് വേരിയന്റിൽ ബിലോ 20,000 റുപ്പീസിന് താഴെ കുറേയധികം 5G സ്മാർട്ട് ഫോണുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് 5G സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത്. നമ്മുടെ MI 10i 5Gയും അതുപോലെ തന്നെ Moto G 5Gയും. അപ്പോൾ ഇത് രണ്ടും 21,000 റുപ്പീസാണ് ലോഞ്ച് ആയത്. പക്ഷേ കഴിഞ്ഞ സെയിലിൽ Moto G 5G നമുക്ക് ഏകദേശം 18,999 റുപ്പീസിന് സെയിലിന് പോകുന്നുണ്ടായി. എന്നാൽ ഈ രണ്ട് ഫോണുകളും സ്നാപ്ഡ്രാഗണിന്റെ 750G ചിപ്സെറ്റിലായിരുന്നു. മീഡിയാടെക്കിന്റെ ഏറ്റവും പുതിയ ഡയമൻസിറ്റി സീരീസിൽ ഒരു ഫോണും തന്നെ ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡയമൻസിറ്റി സീരീസിൽ ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ പോകുന്ന ഫോൺ നമ്മുടെ റിയൽമിയുടെ X7 സീരീസ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ റിയൽമിയുടെ X7 സീരീസ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ അവർ വേറൊരു സീരീസിലും വർക്ക് ചെയ്യുന്നുണ്ടായി. ആ സീരീസും ഇന്ത്യയിൽ ഇതാ ലോഞ്ച് ആകാൻ പോവുകയാണ്. അത് നമ്മുടെ റിയൽമിയുടെ Q2 സീരീസ് ആണ്. അപ്പോൾ Q2 സീരീസിൽ Realme Q2 Pro ഈ ഒരു ഫോണിൽ നമുക്ക് എന്തൊക്കെ സ്പെസിഫിക്കേഷനാണ് കിട്ടുന്നത്, ഇതിൻ്റെ പ്രൈസിങ് എത്രയാണ്, ഈ ഫോണിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Realme Q2 Proന്റെ സ്പെസിഫിക്കേഷൻസ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യം, ഈ ഫോൺ നമ്മുടെ Realme 7 Proയ്ക്ക് പകരക്കാരനായിട്ട് വരാൻ പോകുന്ന ഒരു ഫോൺ തന്നെ ആയിരിക്കും എന്നാണ്. സോ ഇതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ഡിസ്പ്ലേ കണ്ടപ്പോഴേ മനസ്സിലായി. ഇതിൽ നമുക്കൊരു 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ആയിട്ടുള്ളൊരു AMOLED പാനലാണ് കിട്ടുന്നത്. ഈ സെയിം ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ Realme 7 Pro എന്ന് പറഞ്ഞ ഫോണിലും ഉപയോഗിച്ചിരുന്നത്. ഈ ഫോണിലും നമ്മൾക്ക് AMOLED പാനൽ കിട്ടുമെങ്കിലും ഹയർ റിഫ്രഷ് റേറ്റ് ഒന്നും കിട്ടുന്നില്ല. 60 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് മാത്രമാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ Realme 7 Pro വെച്ച് നോക്കുമ്പോൾ Realme Q2 Proയിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് Q2 Pro ഒരു 5G എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. Q2 Proയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി സീരീസിൽ 800U എന്ന് പറഞ്ഞൊരു പ്രോസറാണ്. സോ 800U പ്രോസർ സ്നാപ്ഡ്രാഗൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം നല്ലതാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിലെ കാർഡിൽ ഞാൻ ഇട്ടേക്കാം. ഈ വീഡിയോയ്ക്ക് ശേഷം ഉറപ്പായിട്ട് നിങ്ങളത് കാണുക. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് 750G ഉള്ള ഫോൺ എടുക്കണോ 800U ഉള്ള ഫോൺ എടുക്കണോ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു പ്രോസറാണ് 800U. അത് ഈ ഫോണിലുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ട് വേരിയൻസിലാണ് വരുന്നത്. റാമിൽ യാതൊരു വ്യത്യാസവുമില്ല. രണ്ട് വേരിയൻസിലും 8GB റാമിൻ്റെ വേരിയൻ്റ് ആണ് വരുന്നത്. എന്നാൽ സ്റ്റോറേജിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. 128GB ആണ് ഇതിൻ്റെ ബേസ് സ്റ്റോറേജ് വരുന്നത്. UFS 2.1 ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വേരിയൻറ്റ് 256GB വേരിയൻ്റ് ആണ്. എന്നാൽ ഈ രണ്ട് വേരിയൻറ്റ് നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. ഇനി അടുത്തത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഈ സെയിം ക്യാമറ സെറ്റപ്പ് തന്നെ നമ്മുടെ റിയൽമിയുടെ Narzo 20 Proയിലും നമ്മൾ കണ്ടതാണ്. അതായത് ഒരു 48 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും ഈ സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ Realme Q2 Proയിലും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിൽ പഞ്ച് ഹോളിലാണ്, ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് പഞ്ച് ഹോളിലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അത് ഒരു 16 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഈ ഫോണിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഫോണിലെ പോർട്ടുകൾ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് ഒരേ ഒരു USB-C ടൈപ്പിൻ്റെ ഒരു പോർട്ട് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിൽ നിന്നും 3.5mm ജാക്കും റിമൂവ് ചെയ്തിരിക്കുകയാണ്. സോ USB-C ചാർജിങ് ആണ് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നത്. സോ ചാർജിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഫോണിൽ നിങ്ങൾക്ക് 4300 mAh ഒരു ബാറ്ററിയാണ് കിട്ടുന്നത്. 4300 mAh ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ. കാരണം 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു Realme Narzo 20 Proയിലുണ്ടായ ആ ഒരു സെയിം 65 വാട്ട് ചാർജിങ് തന്നെ ഈ ഫോണിലും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇനി ഈ ഫോണിൻ്റെ വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഫോൺ വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ. ഏകദേശം ഒരു 175 ഗ്രാം മാത്രമേ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ തിക്നെസ് ആണെങ്കിൽ ജസ്റ്റ് 8.1 മില്ലിമീറ്റർ മാത്രമേ ഈ ഫോണിൻ്റെ തിക്നെസ്സും വരുന്നുള്ളൂ. സോ ബാറ്ററി കപ്പാസിറ്റി 4300 ആക്കിയതിൻ്റെ പുറകിൽ ഈ ഒരു സ്ലിം ആക്കാനായിട്ടും കൂടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും കുറയാൻ സാധ്യതയില്ല. കാരണം ഒന്ന്, പുതിയൊരു ഡയമൻസിറ്റി പ്രോസറാണ്. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ AMOLED പാനലും കൂടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പും കൂടെ ഈ ഫോണിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ട് ചോദ്യം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഈ ഫോണിൻ്റെ പ്രൈസിങ് എത്രയാണ്? ഈ ഫോൺ എന്നാണ് ഇന്ത്യയിൽ ലോഞ്ച് ആവാൻ പോകുന്നത്? സോ ഈ ഫോണിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്, പുറം രാജ്യങ്ങളിൽ ഈ ഫോൺ ഓൾറെഡി ലോഞ്ച് ആയിരിക്കുന്നത് $300 $300 നമ്മൾ കൺവെർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 20,000 റുപ്പീസ് തന്നെയാണ് വരുന്നത്. സോ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് Realme 7 Proയ്ക്ക് പകരമായിട്ട് സെയിം 19,999 റുപ്പീസിൻ്റെ പ്രൈസ് പോയിന്റിലായിരിക്കും Q2 Pro വരാൻ പോകുന്നത്. ഇനി ഇതെന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്? സോ എക്സ്പെക്റ്റഡ് ഡേറ്റ്
പറഞ്ഞിരിക്കുന്നത് കൃത്യം ഡേറ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, ഫെബ്രുവരി 2021 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫെബ്രുവരി 2021 ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആവും എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സ്നാപ്ഡ്രാഗൺ 750യുടെയും 800Uവിൻ്റെയും കമ്പാരിസൺ കാണാനും നിങ്ങൾ ഉറപ്പായിട്ടും മറക്കരുത്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.